അപ്പൊ തെസ്സലോനിക്കരുടെ ക്വാളിറ്റി, ഒന്ന് ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം, രണ്ട് ഇവര് മാതൃകാ വിശ്വാസികൾ. മാതൃക, മൂന്ന് മാതൃക പറഞ്ഞു. ഒന്ന് വേല, വിശ്വാസത്തിന്റെ വേല. രണ്ടാമത്തെ മാതൃക ഇവര് സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നു. മൂന്നാമത്തെ മാതൃക ഇവര് കർക്കശമായി വേർപാട് പാലിച്ചു. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. പൗലോസ് 3 ശബ്ദത്തിൽ വചനമൊക്കെ പറഞ്ഞ് സഭ സ്ഥാപിച്ച് ചെങ്ങ് പോയിട്ട് പൗലോസ് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് 2 വട്ടം അങ്ങോട്ട് ചെല്ലാൻ ആശിച്ചു, ഒത്തില്ല. സാത്താൻ തടഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്നത് 2-ാം അധ്യായത്തിൽ. അങ്ങനല്ലേ മോളെ? വായിച്ചു. എന്നോടാണോ ചോദിക്കുന്നത്? ഞാനല്ലേ പറഞ്ഞു. വിശേഷകാൽ പൗലോസായി ഞാൻ 1-2 വട്ടം വിചാരിച്ചു, സാത്താൻ തടുത്തു. അയ്യോ, 3 ശബ്ദത്തിൽ വചനം പറഞ്ഞു. ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ വന്നു, അവരെ ഉറപ്പിച്ചു പൗലോസ് പോയി. പിന്നീട് പൗലോസ് 2 വട്ടം ഒന്ന് അറിയാനേ സ്ഥാപിച്ച് പോയാൽ പോരല്ലേ, എല്ലാം വിശ്വാസത്തിലാണോന്ന് അറിയണ്ടേ. 2 വട്ടം ഒന്ന് ആഗ്രഹിച്ച് അങ്ങോട്ട് ചെല്ലാൻ. പക്ഷെ സാത്താൻ, പൗലോസിന്റെ യാത്ര വരെ സാത്താൻ തടഞ്ഞു. അങ്ങനാന്ന് ചില യാത്രകളൊക്കെ സാത്താൻ തടയും. പക്ഷേ നീ പ്രാർത്ഥിച്ച് മടുക്കരുത്, ദൈവം വീണ്ടും വഴിയൊരുക്കും. ചില യാത്രകളൊക്കെ സാത്താൻ തടയും. ദൈവം അറിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്ന, പക്ഷെ തടയും. പക്ഷെ നിരാശപ്പെട്ടു പോകരുത്, പ്രാർത്ഥനയിൽ മടുത്തും പോകരുത്. ദൈവം വീണ്ടും വഴി തുറന്നു തരും. 2 വട്ടം തടഞ്ഞു. അപ്പം പൗലോസിന് മനസ്സിലായി ഇനിയിപ്പോ ഉടനെ അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. അപ്പൊ പൗലോസ് ഒരു സഹോദരനെ വിളിച്ചേച്ച് പറഞ്ഞു, ബ്രദർ തെസ്സലോനിക്ക വരെ ഒന്ന് പോകണം. അവിടെ ചെന്ന് അവിടെ കുറെ ആൾക്കാർ വിശ്വാസമാർഗം സ്വീകരിച്ചു. നല്ല തീക്ഷ്ണതയുള്ളവരാ, വേർപാട് പാലിക്കുന്നവരാ, മാതൃകാ വിശ്വാസികളാ, വചനം ഗ്രഹിക്കുന്നവരാ, അംഗീകരിക്കുന്നവരാ, അവര് വിഗ്രഹത്തെയൊക്കെ വിട്ടു വന്നവരാ. അപ്പം അവര് ആ പഴയ വിശ്വാസവും പ്രത്യാശയും പ്രതിഷ്ഠയൊക്കെ ഉണ്ടോന്ന് ബ്രദർ പോയി അന്ന് അന്വേഷിച്ചേച്ച് ഒന്ന് വരണം. കാരണം എനിക്ക് ഒക്കുന്നില്ല. ബ്രദർ ഒന്ന് പോ. 5-ാം വാക്യം വായിച്ചേ, 3-5. മൈക്ക് കൂടെ വായിക്കും. അവിടെ ഒരു മൈക്ക് ഇരിപ്പുണ്ടല്ലോ. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു പോകും. ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ടു. 3 ആഴ്ച കഷ്ടപ്പെട്ട് വേദനമൊക്കെ പറഞ്ഞത് വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. പൗലോസിന് 2 വട്ടം പോകാൻ നോക്കിയിട്ട് ഒക്കുന്നില്ല. അപ്പൊ മനസ്സിലായി പോന്നു, എനിക്ക് ഉടനെ അങ്ങോട്ട് യാത്ര ഒക്കത്തില്ല. അതുകൊണ്ടൊരു സഹോദരനെ വിളിച്ചു വെച്ച് പറഞ്ഞു, ബ്രദർ അത്തറ്റ് ഒന്ന് പോകണം, ചെന്ന് അവരുടെ വിശ്വാസത്തിന്റെ വസ്തുത ഒന്ന് അറിഞ്ഞേച്ച് വരണം, അവരെല്ലാം എങ്ങനെ ഇരിക്കുന്നെന്ന്. അതുകൊണ്ടൊരു സഹോദരനെ അങ്ങോട്ട് അയച്ചത് വേറെ ആരെയല്ല, തിമത്തിയോസിനെയാണ്. 3-1 മുതൽ വായിച്ചേ. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. അപ്പോൾ 2 വട്ടം പോകാൻ ആഗ്രഹിച്ചു, സാത്താൻ തടഞ്ഞു. അപ്പൊ മനസ്സിലായി ഉടനെ അങ്ങോട്ടൊരു യാത്ര ഒക്കത്തില്ല. ഒരു സഹോദരനോട് പറഞ്ഞു, അവിടം വരെ പോയിട്ട് അവരെല്ലാം പഴയ വിശ്വാസം ഉണ്ടോന്ന് അന്വേഷിച്ചു. വസ്തുത, ആ പണ്ട് കൈ അടിച്ചവരൊക്കെ ഇപ്പോഴും കൈ അടിക്കുന്നുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞവരൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടോ? പണ്ട് തിരുമേശ എടുത്തവരുണ്ട്, ഇപ്പോഴും എടുക്കുന്നുണ്ടോ? പണ്ട് മറുഭാഷ പറഞ്ഞവരൊക്കെ ഉണ്ട്, അവരിപ്പോഴും അതൊക്കെ പറയുന്നുണ്ടോ? പണ്ട് നന്നായിട്ട് വേലയ്ക്ക് കൊടുത്തവരുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ? പണ്ട് ഒറ്റ യോഗം മുടക്കാതെ വന്നവരുണ്ട്, ഇപ്പോഴും വരാതിരിക്കുന്നുണ്ടോ, വരുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചു വാ. അപ്പൊ തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചു. തിമോത്തിയോസ് അവിടെ ചെന്ന് നോക്കിയപ്പം മനസ്സിലായി പഴയ വിശ്വാസവും പ്രത്യാശയും ഒന്നും ഈ തിമോത്തിയോസിനെ വിടാൻ കാര്യമുണ്ട്, വേറെ ആരെയും വിട്ടാ ഒക്കത്തില്ല. അലക്സാണ്ടറിനെ വിടാൻ പറ്റുമോ? അവൻ ചെമ്പ് പണിക്കാരനാ, ഒരു മയവും മര്യാദ ഉള്ളവനല്ല. ചില സമയത്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാരെ വിടും. അത് വിടുന്നത് മിക്കതും അവിടെ ഉള്ള 1-2 പേരുടെ ശിങ്കിടികളെയാ വിടുന്നത്. അവര് വന്ന് ഇവിടെ അവൻ അവിടെ ഒരു ഹോട്ടലിൽ കയറ്റി ഭക്ഷണവും കൊടുത്ത് ഒരു കൈമുടക്കം കൊടുക്കും, അവൻ നേരെ സ്തോത്രം
ഒടുവിൽ വെളുക്കാൻ തേച്ചത് തെളിവുകൾ ഒത്തിരി നിരത്താനുണ്ട്, വെറുതെ എന്തിനാ? സംഭവങ്ങളും ഒത്തിരി പറയാനുമുണ്ട്, വേണ്ട, അറിഞ്ഞാൽ മതി കാര്യം. പൗലോസ് നല്ല വിവേചനാത്മാവുള്ള ആളാ. അലക്സാണ്ടറിനെ വിട്ടാ പൗലോസിനറിയാം ഇവൻ ചെമ്പിന്നിട്ട് അടിക്കുന്നവനാ, ഒരു മയോ മര്യാദയൊന്നും. ദേമാസിനെ വിടാൻ പറ്റും, അവൻ ഈ ലോകത്തിന്റെ, അവൻ തെസ്സലോനിക്കയിൽ പോയി എന്ന് പറഞ്ഞാൽ അവനെ അവിടെ ചെന്ന് വേറെ ഭൗതികമാണ് അവന്റെ വിഷയം. അവന് നല്ലൊരു പെർഫ്യൂമും നല്ലൊരു കമ്പിളിയും കൊണ്ടും പിന്നെ ഇച്ചിരി പൈസയും കൊടുത്ത് അവൻ എന്നാലും $10 $2 കാണിക്കും. അവൻ ഇല്ലേ പ്ലാവല കാണിച്ച് ആടിനെ കൊണ്ടുപോകുന്നവൻ, അവൻ ആടിനെ വളർത്താൻ മേടിക്കാൻ പറ്റുന്നതല്ല, ഇതിന് കൊടുക്കത്തുമില്ല. അത് പത്തനാപുരത്തിൽ നിന്ന് പുനലൂർ വരെ പോകും പ്ലാവല കണ്ടോണ്ട്. ഇവരോട്ടൊരു പ്ലാവല കൊടുക്കുകയില്ല. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ ദൈവത്തിന് മാത്രം? ദേമാസിനെ വിട്ടാൽ കാര്യം നടക്കത്തില്ല, അലക്സാണ്ടറിനെ വിട്ടാലും കാര്യം നടക്കത്തില്ല. ഫിലേത്തോസ് ഉണ്ട്, അവൻ ദുരുപദേശക്കാരനോ, അവനെ ഒക്കത്തില്ല. പൗലോസ് വിവേചിച്ച് മനസ്സിലായി തിമോഥെയോസിനെ തന്നെ വിടണം, വിശ്വസ്തന. അവൻ ജോർജ് കുട്ടി കാണുമ്പോ തിരിയുന്നവനല്ല. ജോർജ് കുട്ടി എന്ന് പറഞ്ഞത് ജോസ് കുട്ടിക്കാണ് മനസ്സിലായല്ലോ. ജോർജ് കുട്ടി ഒരു ഭാഷ കൊണ്ടത് അത്ര നല്ലതല്ലെങ്കിലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. അവൻ കള്ളിനും ചക്കരയ്ക്കും ചെത്തുന്നവനല്ല തിമോഥെയോസ്. ഇന്ന് പലതും കള്ളിനും ചക്കരയ്ക്കും ചെത്തുക. ഇവിടെ ഒരു ഉപദേശം, അമേരിക്ക ചെല്ലുമ്പം വേറൊരു ഉപദേശം. അതെ അതെ, ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്, അങ്ങോട്ട് നോക്കുന്നത് പുള്ളിയല്ല പറയുന്നത്, എന്നെ നോക്ക്. ദൈവത്തിന്റെ മഹത്വം. ഇവിടെ ഒരു ഉപദേശം പറഞ്ഞ മറ്റേ രാജ്യത്ത് ചെല്ലുമ്പോൾ നേരെ ഇവിടെ വരുമ്പോ ഭയങ്കര പ്രമാണമാ. തീ തീ എന്തോ തീ ഇത് തന്നെ അവിടെ കത്തിക്കാത്ത എന്തുമാരും തകർന്നില്ലായിരുന്നു. ഈ തകർത്താൽ അവിടെ ഒന്ന് തകർക്കാൻ മേലേ. ഇവിടെ പറഞ്ഞ ഉപദേശമേ, ഇവിടെ പറഞ്ഞ പ്രമാണമേ, അതിന് വിമാനത്തെ കയറിയപ്പോ മറന്നോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇവിടെ പാവം പിടിച്ച വിശ്വാസികളെ ഇട്ട് വരട്ട, അവിടെ കൊലവമ്പന്മാര് കിടക്കുക. അവിടെ ഈ വരട്ടൊന്നും വരട്ടുമ്പോ പറയാം പാവസവും വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പെട്ടിയൊക്കെ റെഡിയാണല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ പെട്ടി ക്രമീകരിക്കുന്നുണ്ട്. ചൂടെ മുടുത്താന്നേ. ഇവിടെ പ്രമാണം പറയും, ഇവിടെ ഭയങ്കര പ്രമാണമാ. പിന്നെ കല്യാണത്തിന് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ വേണോ? ഇത് അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് മനസ്സിലാകാതെയാണോ അതോ പേടിച്ചിരിക്കുകയാണോ? ദൈവമേ, ഇയാളെ വിളിച്ചത് ഇപ്പം വിനയായി തീർന്ന് എന്റെ കഞ്ഞി പാറ്റ വീഴുവോ? അങ്ങനൊന്നും വേണ്ട, ദൈവം ബലപ്പെടുത്തിക്കോളും. ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല, നിഷ്പക്ഷമായിട്ടാ പറയുന്നത്. പണ്ട് ഒരു പ്രഗത്ഭനായ ഉപദേശം ഉണ്ടായിരുന്നു. പ്രഗത്ഭൻ പേര് പറയുന്നില്ല, എന്തിനാ? പാൻറ് ഇട്ട് ഇഞ്ച ചെയ്ത് വന്നാൽ പുള്ളിക്ക് ഇഷ്ടമല്ല. ഉടനെ ഇഞ്ച ചെയ്തവരെ അവരെടുത്ത് വെളിയിൽ കടക്കൂ, പുറത്ത് കളവന്റെ സൂക്കേട്. കടക്കൂ. പിന്നെ അന്നത്തെ പാവത്തുങ്ങൾ ഉപദേശിമാരും ഒരാള് വെളിയിൽ പോയി ഇഞ്ച ചെയ്തതാ, അത് പിന്നെ ഷർട്ട് എടുത്ത് വെളിയിലിട്ട് പുള്ളി കയറി വന്നിരുന്നു. അന്നേരം മൂപ്പിലേക്ക് നല്ല അല്ല ഇറുകിപ്പറ്റിയ ഡ്രസ് ഇട്ടുകൊണ്ട് സ്റ്റേജിൽ നിൽക്കാതിരിക്കുന്നതാ നല്ലതെന്നായി എന്റെ വാദം. പാൻറ് ഇറുകി പറ്റിയത് ഇട്ട ഷർട്ട് ഇറുകി പറ്റിയത് അതൊരു യോഗ്യമാണെന്ന് തോന്നുക. അല്ലെ മേളിൽ കോട്ടുണ്ടെങ്കിൽ നമുക്ക് കോട്ടില്ല, കോട്ട് വരാറുണ്ട്. ആ മനുഷ്യനെ വെളിയിൽ വിട്ടു. എന്നുവെച്ചാൽ ഈ മൂപ്പിലെ അമേരിക്ക ചെന്നപ്പോൾ
പുള്ളി മാറ്റും എല്ലാം വലിച്ചു കയറ്റി ഇൻ ചെയ്ത് ഫോട്ടോ ഞാൻ കണ്ടു. കണ്ടിട്ടാ പറയണേ. എടാ ഇവിടെ അത് ചെയ്യാത്ത നീ അവിടെ ചെന്നാലും ചെയ്യും. അതാ ഇവിടെ പാവം പിടിച്ച ഉപദേശിയെ വെളിയിൽ ഇറക്കി ഷൗട്ട് ചെയ്ത് പുള്ളിയെ ഔട്ടും ചെയ്ത് ഷൗട്ടും ചെയ്തു. കണ്ട് ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഈ മൂപ്പരെ അവിടെ ചെന്നപ്പം ദൈവത്തിന് മഹത്വം. അതിനവിടെ ചെല്ലുമ്പോ മാറ്റുന്നേ തത്വം വേണം. ദൈവത്തിന് മഹത്വം. വിട്ടേക്കാം. ഇപ്പൊ തന്നെ ചിലര് വല്ലാതിരിക്കുന്നു. ചിലർക്ക് പോണമെന്നുണ്ട്. പിന്നെ എഴുന്നേക്കാത്തത് എടാ ബോധമൊന്നുമുള്ളവനല്ല വല്ലോ മൈക്ക് കൂടെ വിളിച്ച് പറഞ്ഞെങ്കിൽ നാണക്കേടാ. അതൊരു വെളുപ്പും വെള്ളിയാഴ്ച ഉള്ളവനല്ല. അല്ല, നിങ്ങൾ ചിലരങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കാണുമ്പോൾ അറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അച്ഛാ അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത പറയരുത്, അയാൾ വെളിവുള്ളവനല്ല, എന്തെങ്കിലും വിളിച്ച് പറഞ്ഞെങ്കിൽ പിന്നെ നാണക്കേടാ. അതുകൊണ്ടാണ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. തിമോഥെയോസിനെ വിടാൻ കാര്യം, തിമോഥെയോസ് വിശ്വസ്തനാണ്. കറക്റ്റ് കാര്യം പറയും. കല്ലിനും ചക്കരിക്കും ചെത്തത്തില്ല. തിമോഥെയോസ് തെസ്സലോനിക്ക ചെന്നവരെ എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോ ഒരു കാര്യം പിടികിട്ടി. പഴയ വിശ്വാസമൊന്നുമില്ല. വിശ്വാസം മാത്രമാണോ? പ്രത്യാശയില്ല. അതുകൊണ്ടാണ് 4:13 പറഞ്ഞ് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കുക. അപ്പൊ പ്രത്യാശ കുറഞ്ഞു, വിശ്വാസവും കുറഞ്ഞു. ഇത് കണക്റ്റഡ് ആണല്ലോ. അത് വന്ന് പൗലോസിനോട് പറഞ്ഞ അച്ഛാ പഴയ വിശ്വാസമൊന്നും, പണ്ട് കൈയൊക്കെ നന്നായിട്ട് അടിച്ച അവറാച്ചൻ ഇപ്പൊ തെങ്ങിൽ നിൽക്കുക, സായിബാബ ഇരിക്കും പോലെ. പണ്ട് മരുന്നെടുക്കുന്നത് തെറ്റാണെന്നും മരുന്നെടുക്കാതിരുന്ന പുള്ളി ഇപ്പം പത്തനാപുരത്ത് മെഡിക്കൽ സ്റ്റോർ ഇട്ടിരിക്കുക, ശാലയും മെഡിക്കൽ. ഈയിടെ ഒരാൾ പറഞ്ഞു കാൽവറി മെഡിക്കൽ സ്റ്റോർ. അത് നല്ലതാ. കാൽവറി മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. പണ്ട് ടി വി ഒക്കെ മേടിക്കുന്ന പാവമാന്ന് പറഞ്ഞ പുള്ളിയുടെ വീട് വന്നപ്പോ ഒരു മുറി തന്നെ ഹോം തിയേറ്റർ ആക്കി. എന്നെ നോക്ക് ഞാൻ വന്നപ്പോ നോക്ക്, എന്നെ കാണാനൊന്നും വലിയ ചെലവ് വന്നില്ല. എന്നെ നോക്ക്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ഉപദേശം പറഞ്ഞ വലിയോപദേശിയുടെ കൊച്ചുമോള് കല്യാണത്തിന് ഒരുങ്ങി വന്നപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടുമില്ല, സ്റ്റേജിൽ കണ്ണടച്ചിരിക്കുക. കാരണം അങ്ങനെ ആ ഡ്രസ് ഭയങ്കര ഉപദേശം പറഞ്ഞതാ. ആരാണെന്നും എന്നോട് ചോദിക്കരുത്. പേര് മറന്നു പോയിട്ടോ അഡ്രസ്സ് മറന്നിട്ടൊന്നും വല്ല കൃത്യം അറിയാം. പിന്നെ പൊതുവെ പറയാനൊന്നും എന്തിനാ വെറുതെ മനസ്സിലാകും. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ തങ്ങിയ എടുക്കട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ ജ്ഞാന ബുദ്ധി ആവശ്യമില്ല. തന്നെ ഭയങ്കര പ്രമാണം പറഞ്ഞവരാ. അതെ, നമുക്ക് പെട്ടെന്ന് നിർത്തി. അമ്മാവ എന്നെ തുറച്ചു നോക്കുന്നേ, എനിക്ക് ഇരുനിറം പറ്റിയിരിക്കാനും വെയിലുമുണ്ട്. ദൈവത്തിന്റെ മഹത്വം. എന്റെ പ്രിയരെ, ഒരു വ്യക്തിഗത്യ നടത്തിയതല്ല. ഞാനും നിങ്ങളും എല്ലാം മടങ്ങി വരണം. ഉപവാസ പ്രാർത്ഥന ചാട്ടവും മേളവും ബഹളമല്ല, നല്ലതാ. പക്ഷെ മടങ്ങി വരുവാ പ്രധാനം. ഏതിൽ നിന്ന് വീണെന്നോർത്ത് ഞാനും നിങ്ങളും മടങ്ങി വരുന്നെങ്കിൽ മടങ്ങി വരുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില പരസ്യം കൊടുക്കല് പത്തനാപുരത്ത് തീ, ചുമ്മാതാ. തിരുവല്ലയിൽ തീ. പിന്നെ തീയുടെ ഒരു വിശേഷത, കത്തിക്കും, ദഹിപ്പിക്കും. ഈ തീയെല്ലാം കത്തിയിട്ടും ദഹിക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് ശരിയായ തീയല്ല. പിന്നെ നമ്മൾ ചുമ്മാ അങ്ങ് പരസ്യം കൊടുക്കുക, തീ വരുന്നൊരു ഫയർ. ഫയറല്ല, പയറാണ്. വൻപയറായിരിക്കും. വേവിച്ച് തിന്നില്ല, വയറളകും. ശരിയായ തീയാണെങ്കിൽ ദഹിക്കണ്ടേ? നീ കൂടെയുള്ള കൂട്ടുവേലക്കാരന് വേല വെക്കുകയല്ലേ, ദഹിക്കുന്നില്ലല്ലോ. അത് കൈ കൊടുക്കുന്നില്ലല്ലോ, പാര വെക്കുകയല്ലേ. ഇപ്പോഴും അന്യോന്യം ചെളിവാരി എറിയല്ലേ. ഗ്രൂപ്പിസം, പാനല് ഇല്ലേ? പിന്നെന്തോ തീയാ? ചേല കിടന്ന ഓടിയാവല്ലോ, തീയാകുമോ?
ഹൃദയമായിട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ. ശരിയായിട്ടുള്ള തീയാണെങ്കിൽ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് ബ്രദറെ തെറ്റിപ്പോയി, ക്ഷമിക്കണം, മാപ്പാക്കണം, അങ്ങനെ പറഞ്ഞാൽ മാത്രം പോലെ മേലിൽ ആവർത്തിക്കുകയും ചെയ്യരുത്. ഇത് പറഞ്ഞു പിന്നെ യോഗം ആശീർവാദം കഴിയുമ്പോ പിന്നെ കഥാവ് നമ്മുടെ പാപത്തെ ക്ഷമിച്ചതിനെ പറ്റി ഒരു പ്രയോഗം, അത് മുഴുവൻ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളഞ്ഞു. പിന്നെ അത് ഓർക്കുന്നില്ല, അത് വെച്ച് പെരുമാറുന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും പിന്നെ അതെല്ലാം വെച്ച് ഓർക്കൂട്ടി ഞാൻ അന്നേരം പറഞ്ഞതേ ഉള്ളൂ, ഇവനെ ഞാൻ ശരിയാ, ഇവനെ ഞാൻ ബോധിപ്പിക്കും, ഇവനെ ഞാൻ ചിലവിടത്തിന് അവൻ എന്നെ അറിയത്തില്ല. ഞാൻ പിന്നെ കൺവെൻഷൻ നടന്നപ്പോ അല്ലെ കാത്തിരിപ്പിയോഗം നടന്നപ്പോ പൊതുവി പറഞ്ഞതേ ഉള്ളൂ, കൈ കൊടുക്കുന്നൊക്കെ ഉള്ളൂ. പക്ഷെ ഇവനെ ഞാൻ ദൈവത്തിന് മഹത്വം. എന്നെ നിങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരു കർത്താവാണ്. ദൈവത്തിന്റെ മകത്ത് ഉപവാസ പ്രാർത്ഥനയിൽ ഇങ്ങനെ ശുദ്ധീകരണവും മടങ്ങിവരവും നടക്കണം. ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരത്തില്ല. ഏറ്റു പറയുന്നവർ കരുണ ലഭിക്കും. ഇന്ന് രാത്രിയിൽ അനുതാപകൃതത്തോടെ മനസ്താപത്തോടെ ആത്മതപനത്തോടെ ആരെടുത്തു വരും അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത. അതിനാ പൗലോസ് പ്രാർത്ഥിച്ച, കർത്താവേ ഇവരുടെ മുഖം ഒന്ന് കാണണം, രണ്ട് വിശ്വാസത്തിന്റെ കുറവ്, അതിനാ പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മൾ വായിച്ച ഇപ്പം സന്ധ്യയ്ക്ക് വായിച്ച കുർവാക്യത്തിന് രണ്ട് കാര്യം പറഞ്ഞു നിർത്താല്ലേ. നിങ്ങൾ പറയും, ഓ അതിൽ നിന്നൊന്നും പുള്ളി പറഞ്ഞില്ല. അല്ല, ഇതിന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഇത് തന്നെ തീരുന്നില്ലല്ലോ. സ്തോത്രം. ഈ 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 22 വരെ പഠിക്കുമ്പോൾ ദൈവഗീതം 10 കൂട്ടം കാര്യം, 10 കൂട്ടമാ ദൈവഗീതം. ആ 10 കൂട്ടമൊന്നും പറയാൻ നേരമില്ല, ഒരു കാര്യം പറയാം. ആ ഒരു കാര്യം ആ 18. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും. ഞാൻ ഒറ്റ വാക്കി പറയാം, സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും അതിന് മനസ്സിലാക്കാൻ പറയാം. ഈ ദൈവത്തിന്റെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് ദുഃഖമായിട്ടും പ്രയാസമായിട്ടും ബുദ്ധിമുട്ടായിട്ടും തോന്നും, പക്ഷെ ഒടുവിൽ അനുഗ്രഹമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ പ്രാരംഭത്തിൽ നന്മയാണെന്നും വിടുതലാണെന്നും സന്തോഷമാണെന്നൊക്കെ തോന്നും, പക്ഷെ ഒടുവിൽ വിനയാണ്. ധാരാളം തെളിവുകൾ വചനത്തിൽ നിന്ന് തരേണ്ടതുണ്ട്. ഒരു തെളിവ് തന്ന് നിർത്താം, അതിനെ നേരമുള്ള അതിനെ ഉള്ളൂ. എന്നാലും നിങ്ങൾ ഇത്ര നേരം സഹിച്ചിരുന്നല്ലോ എന്നെ, അതിന് അഭിനന്ദനം. ഒന്നുകൂടെ ആവർത്തിക്കാം, ദൈവത്തിന്റെ ഹിതവും നമ്മുടെ ഹിതവും. ദൈവത്തിന്റെ ഹിതം പ്രാരംഭത്തിൽ നമുക്ക് ദോഷമായിട്ടും വേദനയായിട്ടും സമയം നോക്കിയതാണോ? അല്ല, എന്ത് നോക്കിയതാണ്? ദൈവത്തിന്റെ ഹിതം പ്രാരംഭത്തിൽ നമുക്ക് ദോഷമായിട്ടും പ്രയാസമായിട്ടും ദുഃഖമായിട്ടും ഒക്കെ നമുക്ക് തോന്നും, പക്ഷെ പ്രിയരെ ഒടുവിൽ അനുഗ്രഹമായിരിക്കും. പക്ഷെ നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ നന്മയാണെന്നും വിടുതലാണെന്നും അനുഗ്രഹമാണെന്നും വിക്ടറി ആണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ഒടുവിൽ അത് മിക്കതും വിനയാണ്. ഒരു തെളിവ് തരാം, ഒരു തെളിവ്. ഒത്തിരി കൊണ്ട് ഒന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കൾ കനാൻ ദേശം ഒറ്റ നോക്കാൻ പോയി. കനാൻ എത്ര പേരാ പോയത്? എത്രയാ മാമ പോയത്? എത്ര പേര് പോയി? മാമ പോയില്ലെന്ന് അറിയാം, എന്നാലും 10 പേര് ഉള്ള നാട്ടിൽ രാത്രി അത്ര പേര് ഒപ്പിച്ചല്ലോ. എത്ര പേരാ പോയ? ഉറക്ക പറ. 12. പുള്ളിക്കാർക്ക് 2 പേരോട് വലിയ താല്പര്യം ഇല്ലെന്ന്. ആ 2 പേരെ ആരാ ഇഷ്ടമില്ലാത്ത? അപ്പോൾ 12 പേര് കനാൻ ദേശം ഒറ്റ നോക്കാൻ പോയി. 12 പേര്. അവരുടെ യോഗ്യത എന്നായിരുന്നു? യോഗ്യത നമുക്കറിയാം. അവരുടെ യോഗ്യത അത് കേട്ടോണ്ട് പറഞ്ഞല്ലേ, അല്ല പുസ്തകം നോക്കിയൊന്നും പറഞ്ഞല്ലോ. ഭാഷ ഏതായാലും തെറ്റ് പറയത്തില്ല, എന്നാൽ പിന്നെ അതിൽ നോക്കുന്നു. ഒത്തുവരുന്നുണ്ട്. പണ്ടൊരു കളി ഉണ്ടായിരുന്നു, സെറ്റിപ്പനടിയിൽ ഇട്ടൂലി. അപ്പം അടുക്കുമ്പോ പറയുമ്പോ ചൂടേ 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 ചൂടാ ചൂട.
വായിച്ചേ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് പോകാം, പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിക്കുന്ന കനാൻ ദേശം ഒട്ടു നോക്കേണ്ടതിന് ആളുകളെ അയക്കണം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ അയക്കണം. അടുത്തത്, അവരെല്ലാം പ്രഭുക്കന്മാരായിരിക്കണം. അതാ പ്രഭുക്കന്മാർ. അങ്ങനെ 12 പേര്. വിശദീകരിച്ച് പറയുന്നില്ല, ആ ഒരു പോയിന്റ് പറഞ്ഞങ്ങ് നിർത്താം. കനാൻ ദേശം ഒത്തു നോക്കാൻ ഇവര് പോയി. ഇസ്രായേൽ മക്കൾ കനാൻ ദേശം ഒത്തു നോക്കാൻ ആര് പറഞ്ഞിട്ട് പോയതാ? ഉറക്കെ പറ. വായിച്ചോ. മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റ നോക്കേണ്ടതിന് ആളുകളെ അയക്കാം. അപ്പൊ കനാൻ ദേശം ഒറ്റ നോക്കാൻ ആളുകളെ അയക്കാം. ആരാ പറഞ്ഞേ? ഉറക്കെ പറ. ദൈവമാ പറഞ്ഞേ. ദൈവം പറഞ്ഞു പോയി ഒറ്റ നോക്കാൻ. ദൈവഹിതമായിരുന്നു. അല്ല, ചിലര് അങ്ങനെയും ചിലരിങ്ങനെയൊന്നും മാറ്റമുണ്ട്. ഒന്നുകൂടെ വായിച്ചേ മോളെ. ആരാ പറഞ്ഞത്? യഹോവയാ പറഞ്ഞേ. യഹോവയാ പറഞ്ഞ ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാൻ കനാൻ ദേശം. അത് മൊത്തം വായിക്കാം, അവിടെ അല്ലല്ലോ, ഇത് സങ്കീർത്തനം അങ്ങാണ്ടാന്നല്ലോ. ഞാൻ നോക്കട്ടെ. സംഖ്യാപുസ്തകത്തിന് വായിച്ച എത്ര എടുത്തിരുന്നു? ഇത് 25. അതിന് ഇപ്പൊ 22 എടുത്ത് 13 പറഞ്ഞേ. മൊത്തം മാറുക. ആയിക്കോട്ടെ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റ നോക്കേണ്ടതിന് ആളുകളെ. ആരാ പറഞ്ഞേ? ദൈവം പറഞ്ഞു. ആരോട് പറഞ്ഞു? മോശ മുഖാന്തരം പറഞ്ഞു. എന്തോ പറഞ്ഞു? കനാൻ ദേശം ഒറ്റ നോക്കാൻ. അപ്പൊ ദൈവം പറഞ്ഞു കനാൻ ദേശം ഒറ്റ നോക്കാൻ. ഇത് ദൈവഹിതമായിരുന്നോ എന്നായി എന്റെ ചോദ്യം. ദൈവമല്ലേ പറഞ്ഞേ? അതെ, ദൈവഹിതമായിരുന്നോ? ശരിക്കും പഠിച്ചാൽ ദൈവഹിതമല്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചു ദൈവമല്ലേ പറഞ്ഞേ? അതെ. പിന്നെ ദൈവഹിതമല്ലേ? അല്ല. അതിനാ പറയാം. ആദ്യം ഉദാഹരണം പറയാം, മനസ്സിലാകാൻ. കർത്താവ് അങ്ങനെ ഉപമകളൊക്കെ ചേർത്താണല്ലോ. ഉദാഹരണമാ, ഉടക്കുണ്ടാക്കാനല്ല. നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ ഭാവി ലക്ഷ്യമാക്കി പഠിക്കാൻ വിടും. ട്രിച്ചിയിലും കോയമ്പത്തൂരും കൊടൈക്കനാലിലും ഊട്ടിയിലും ബാംഗ്ലൂരും ഒക്കെ വിടും. നല്ല കാര്യം, സാഹചര്യം അനുസരിച്ച് പോട്ടെ. ചില പിള്ളേര് പഠിക്കും. നേഴ്സിങ്ങിനൊക്കെ വിടുന്ന പെൺപിള്ളേരുണ്ട്. ഉദാഹരണമാണേ. പഠിക്കാൻ വിടും. പഠിച്ച് മിടുക്കിയായി സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് വരും. മാതാപിതാക്കളിൽ ചില കടമകളും കർത്തവ്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അവര് ഇവക്ക് ജോലി കിട്ടിയാലും കിട്ടിയില്ലേലും പഠിച്ചു കഴിഞ്ഞതല്ലേ, നല്ല കല്യാണം വരുമ്പോ ആലോചിക്കും. ഉദാഹരണമാണ്. അപ്പൊ ലണ്ടൻകാരൻ വന്നു, കാനഡക്കാരൻ വന്നു, അമേരിക്കക്കാരൻ വന്നു, അയർലൻഡുകാരൻ വന്നിട്ട് ഇന്ന് ഇവള് സമ്മതിക്കുകയല്ല. ഇവള് പറയും എനിക്കിപ്പം വേണ്ട, ഇനിയും പഠിക്കാനുണ്ടെന്ന്. അപ്പൊ നമ്മൾ കൂടെ പറയും, എടി അങ്ങനെ അല്ലടി, നല്ല ആലോചനയാ, നിനക്കൊരു ഭാവി, ഞങ്ങൾ ഇനി പ്രായമായി വരുക, നീ എന്തുവായി. എന്നാൽ ഇവള് ഏൽക്കുകയല്ല. അപ്പൊ സ്നേഹിച്ച് പറഞ്ഞു, ഇണങ്ങി പറഞ്ഞു. ചിലപ്പോ അമ്മ ഒരു അടി കൊടുത്തെന്ന് വരാം. എന്നിട്ട് ഇവള് 8ക്ക് വേഴുമ്പോ അടുക്കുന്നില്ല. ഇവളങ്ങ് നിർബന്ധം, എനിക്ക് വേണ്ട. അപ്പൊ ചിലപ്പോ അമ്മയുടെ അനിയത്തി ലില്ലിക്കുട്ടിയോട് പറയും, ലില്ലിക്കുട്ടി നല്ല ആലോചന വന്നിട്ടൊന്നും ആളെ അടുക്കുന്നത്, നീ വന്ന് അവളോട് ചോദിച്ചു എന്നാ വിഷയം എന്നാന്ന് ചോദിക്കും. ലില്ലിക്കുട്ടിക്ക് അതിന്റെ വകുപ്പ് അറിയാം. ഇവിടുത്തെ ലില്ലിക്കുട്ടിയുടെ കാര്യമല്ല. ഇവിടെ ലില്ലിക്കുട്ടി ഉണ്ടേ, ക്ഷമിക്കണേ. എന്നാ മേരിക്കുട്ടി ഇരിക്കട്ടെ, ലില്ലിക്കുട്ടിയെ വിട്ടേക്കാം. മേരിക്കുട്ടി ഉണ്ടോ ഇവിടെ? എന്നാ മേരിക്കുട്ടി. നീ അത് ലില്ലിക്കുട്ടി പറഞ്ഞ ഒരു ആരോഗ്യം വേണ്ട, ഉള്ള ഘട്ടം കിട്ടാതെ പോകണ്ട. മേരിക്കുട്ടി ആയിക്കോട്ടെ. അപ്പൊ മേരിക്കുട്ടിയോട് പറഞ്ഞെടി മേരി നീ പോയി അവളോടൊന്ന്. അപ്പൊ മേരി വന്ന് പറഞ്ഞെടി ബ്ലസ്സി, നിന്റെ അമ്മയുടെ അനിയത്തി ആ ഞാനുകൾ നമ്മൾ പ്രായം കൊണ്ട് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ല, നിനക്ക് നല്ല ആലോചന, നീ എന്നെ ഇങ്ങനെ ഉഴപ്പുന്ന കാര്യം പറ, നീ അങ്ങ് തുറന്ന് പറ. അവൻ മേരിക്കുട്ടി ഇടഞ്ഞടഞ്ഞ് കഴിയുമ്പം ബ്ലസ്സി പറയും, ആ മേരിക്കുട്ടി മാമേ ഞാൻ അവിടെ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പറ അല്ല ഒരു പയ്യനുമായിട്ട് അഫയർ പറഞ്ഞാൽ പോലെ. അതിന് എന്തുവാ അവന്റെ പേര് ഡാനി ജോസഫ്. നല്ലൊരു പേരിരിക്കട്ടെ. എന്തുവാ പിന്നെ ഡാനി ജോസഫ്.
അവൻ എവിടുത്തുകാരൻ? അവന് പുതുപ്പള്ളിക്കാരന്. അവൻ IBC ആണോ, ചർച്ചോക്കോണാണോ, അസംബ്ലീസ് ഓഫ് അല്ല, അവര് ഓർത്തഡോക്സാണ്. നീ എന്ത് നിന്റെ അപ്പൻ സഭയുടെ സെക്രട്ടറി, അമ്മ ഡിസ്ട്രിക്റ്റിന്റെ സോണലിന്റെ ആള്, ഉപ്പാപ്പൻ സഭയുടെ രക്ഷാധികാരി, വല്യപ്പച്ചനാ. ഇത് സ്റ്റാർട്ട് ചെയ്തത് പഴയ ഇഞ്ചനാണ്. നമ്മൾ സഭയിലെ മെയിൻ ആൾക്കാരാണ്. അന്നേരം നീ ഇങ്ങനെ ഓർത്തഡോക്സുകാരൻ പയ്യനുമായിട്ട് നീ എന്ത് പഠിക്കണം? അവള് പറയും, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിക്കാരൻ ഡാനി ജോസഫിനെ. അപ്പൊ ഇവളോട് സ്നേഹിച്ചു പിണങ്ങി എല്ലാം പറഞ്ഞിട്ട് ഇവള് സമ്മതിക്കുക. ആകെ ഒന്നേ ഉള്ളൂ. എന്ത് ചെയ്ത ഇവള്? കൊന്നാല് ഞാനും ഡാനി. അപ്പൊ ഇങ്ങനെ കണ്ടമാനം നിർബന്ധ ബുദ്ധി ആകുമ്പോഴേ പ്രായമുള്ള കാർന്നോമാര് വീട്ടിലുണ്ടെങ്കിൽ ചെന്ന് അപ്പനോട് പറയും, ജോർജ് കുട്ടി അവള് ഇനിയിപ്പൊ തല്ലിയിട്ടൊന്നും വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് വേറെന്തെങ്കിലും കടുങ്ക ചെയ്താൽ നമുക്ക് ആർക്കും വെളിയിലിറങ്ങി നടക്കാം. അതുകൊണ്ടൊരു കാര്യം ചെയ്ത് പാസ്റ്റോട് പറഞ്ഞു വെച്ച് നമുക്ക് സഭയെ വെച്ച് നടത്തണ്ടെന്നല്ലേ ഉള്ളൂ, നമുക്കങ്ങ് നടത്തി കൊടുക്കാൻ, വെറുതെ എന്തിനാ? അങ്ങനെ ചിലപ്പോൾ ആ കല്യാണം അവിടെ നിർബന്ധത്തിന് ചിലപ്പോൾ നടത്തി കൊടുത്തെന്ന് വരാം. അങ്ങനെ നടത്തി കൊടുത്തോളം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നീയുമ്മ പിടിച്ച് വെച്ച് അവസാനം നാരം ഉണ്ടാക്കി വെക്കരുത്. ഇവിടെ താല്പര്യമില്ലാത്തവനെ പിന്നെ ഇതിനകത്ത് മുട്ടയുടെ പുറത്ത് അടക്കോടിയെ വെച്ചതുപോലെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. അവസാനം ഇത് മൊത്തം മുട്ട മുട്ടയാകും. അപ്പൊ ചിലപ്പോ അങ്ങനെ കല്യാണം നടത്തി കൊടുക്കും. അങ്ങനെ കല്യാണം നടന്നു. പക്ഷെ ആ കല്യാണം അപ്പന്റെ അമ്മയുടെ ഇഷ്ടത്തിനാണോ? അല്ല, അവരുടെ ഹിതമല്ല, അവള് നിർബന്ധിച്ചിട്ട്. ഇതുപോലൊരു സംഭവമാണ് കനാൻദേശം ഒത്തുനോക്കാൻ പോയത്. വായിക്കുമ്പോൾ തോന്നും ദൈവഗതമാണ്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ ദൈവം പറഞ്ഞതല്ലേ? അതെ. അപ്പൊ പിന്നെ ദൈവഗതമല്ലേ? അല്ല. അതിനാ അതെന്നാ ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. മോളെ മൈക്ക് കൂടെ ഉറക്കെ വായിച്ചേ, മൈക്ക് കൂടെ വായിക്ക്. മൈക്ക് കൂടെ അങ്ങനെയാണോ വായിക്കുന്നത്? യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്. അപ്പൊ അതാണ് ശ്രദ്ധിച്ചോ, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്. യഹോവ പിന്നെയും. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യം എന്തോ പറഞ്ഞു. ആദ്യം പറഞ്ഞത് അനുസരിക്കാതെയും അംഗീകരിക്കാതെയും വിധേയപ്പെടാതെയും വന്നപ്പോൾ പിന്നെ പറഞ്ഞതാ ഒത്തുനോക്കാൻ. ആദ്യം പറഞ്ഞത് അനുസരിച്ചില്ല, അതിന് മനസ്സില്ല, വിധേയപ്പെടുന്നില്ല. അപ്പൊ പിന്നെ ഇത് പറഞ്ഞാ പൊക്കും. അപ്പൊ ആദ്യം പറഞ്ഞത് എന്നതാ? വായിച്ചേ, ആവർത്തനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിച്ചു. ആവർത്തന പുസ്തകം 1-ന്റെ 18 മുതൽ. പെട്ടെന്ന് വായിക്കുന്നത്, നിർത്താൻ പോവുക. 19 മുതൽ വായിച്ചു. കാര്യങ്ങളൊക്കെയും ഞാൻ അക്കാലത്ത് നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. ആവർത്തനം 1-ന്റെ 18. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ. അത് എത്ര വാക്യമാ? 19 വായിച്ചു. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ എല്ലാരും എന്നെ നോക്ക്, കുനിഞ്ഞു കിടക്കാണ്. നിങ്ങളെല്ലാം കൂടെ കുനിഞ്ഞു കിടന്ന ഞാൻ പിന്നെ ആരോട് പറയാനാ? എന്നെ നോക്കി വായിക്കുന്ന സഹോദരി വായിക്കട്ടെ. ഏതായാലും വീട്ടിൽ പോയി നീ വായിക്കേ. ഇങ്ങോട്ട് നോക്കാൻ നീ സഹോദരി വായിക്കും. ബാക്കി എല്ലാരും എന്നെ നോക്ക്. ഏതായാലും യോഗം തീരാൻ പോയ എന്നെ നോക്കി വെച്ച് പോ. നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മരുഭൂമിയിൽ നാം അമ്മോന്യരുടെ മലനാട്ടിലേക്കുള്ള വഴിയായിട്ട് നമ്മള് സഞ്ചരിച്ച് കാദേശ് ബർന്നയിൽ നമ്മൾ ഇപ്പോൾ എത്തി. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ നിങ്ങളോട്, അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് പറയുക, നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമ്മോന്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം. ഇതാ നിന്റെ ദൈവമായ യഹോവ. ദൈവാലോചന പറയുക, അല്ലയോ ഇസ്രായേലേ, ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ച് വന്നിട്ട് കനാൻ ദേശം നോക്കി വെച്ച് ഇസ്രായേൽ മക്കളോട് പറയുക, അല്ലയോ ഇസ്രായേലേ, ഇതാ നിന്റെ ദൈവമായ യഹോവ. അടുത്തത് ആ ദേശം കണ്ട് അങ്ങോട്ട് നോക്ക. ആ ദേശം പറയുക. അണ്ട് ആ ദേശത്തിന്റെ വിശേഷത 8-7 മുതൽ വായിച്ച്. ഇത് മറിക്കാതെ കണ്ട് 8-7. ഇത് സഹോദരി ഇത് വായിച്ചു തരണം. വേറൊരു സഹോദരി 8-7 വായിര്.
നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. താഴ്വരയ്ക്കുന്ന മലകുന്ന പുറപ്പെടുന്ന നീരെടുക്കളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പ് യവോ മുന്തിരി അത്തിയും മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകുന്ന താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഇതായി ദേശം. എന്നിട്ട് കാദേശ് പറഞ്ഞ വന്നിട്ട് മോശ ആലോചന പറയുക, അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ തന്റെ ആ ദേശം നിന്റെ കയ്യിൽ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന. വായിക്ക്. പിതാക്കന്മാരുടെ ദൈവമായ യഹോവ, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ ആലോചനയാ, നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളു. അത് കൈവശമാക്കണം. അതാ ആലോചന. നീ ചെല്ല് കൈവശമാക്കണം. അടുത്തത്, ഭയപ്പെടരുത്, പേടിക്കൊന്നും ചെയ്യരുത്, ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത്. എന്നാലും നിങ്ങൾ ഇതാണ് ആലോചന. കാദേശ് പറഞ്ഞ വന്നപ്പം ദൈവം തമ്പുരാൻ പറഞ്ഞു, മോശ മുഖാന്തരം പറഞ്ഞു, താണ്ട ആ ദേശം നോക്കിയ കണ്ടു, ചെന്ന് കൈവശമാക്ക്. പോ പുറപ്പാടിലൊക്കെ വാക്യമുണ്ട്, മുന്നേ ദൂതനെ അയക്കുമുണ്ട്, വടികൾ നിന്നെ കാക്കാൻ ദൂതനുണ്ട്, നീ പോ, പേടിക്കരുത്, ഭ്രമിക്കുകയൊന്നും ചെയ്യരുത്. ഇതാണ് ആലോചന. ചെന്ന് കൈവശപ്പെടുത്തണം. ഇത് ദൈവാലോചന. ഇത് പറഞ്ഞു. അടുത്ത വാക്യം, എന്നാറെ, അത് ചേർത്ത് വായിച്ചേ, എന്നാറെ നിങ്ങൾ എല്ലാവരും കൂടെ അടുത്തു വന്ന്. നിങ്ങളെന്ന് പറഞ്ഞ കമ്മിറ്റി, കൗൺസില്, നിങ്ങൾ 70 അമ്മായിപ്പം വന്നൊരു കുറുക്കൊപ്പ് ചേച്ച് അമ്മായിപ്പം വന്ന് പറഞ്ഞു, മോനെ നീ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുന്നു, നിനക്ക് അവളോട് സംസാരിക്കാനോ നിങ്ങൾക്കൊന്ന് രസിക്കാനോ ഒന്നും ചെയ്യും? ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നീ നിങ്ങളെല്ലാവരും കൗൺസിലേ 10 ഉണ്ട്. നിങ്ങളെല്ലാവരും കൂടെ കൗൺസിൽ മെമ്പേഴ്സ് എല്ലാം കൂടെ വന്നു, സെക്രട്ടറി, ട്രഷറർ, മെമ്പേഴ്സ് എല്ലാം കൂടെ വന്നു. നിങ്ങളെല്ലാരും കൂടെ അടുത്തു വന്ന് നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. കൗൺസിൽ തീരുമാനം പറയുക. അതെ, പുള്ളി മേളിയിരുന്ന് അങ്ങനെ പറയുമ്പോ കണ്ടോ എടുത്തോ പിടിച്ചോ, നമ്മൾ താഴെ നിൽക്കുക. പുള്ളി മേളിലല്ലേ, നമ്മളങ്ങനെ എടുത്തിയാടി ഒന്നും. ആകയാൽ നാം ചിലരെ തെരഞ്ഞെടുത്ത്. ഒന്നുകൂടെ വായിച്ചു, എന്നാലും നിങ്ങളെല്ലാവരും കൂടെ അടുത്തു വന്ന് നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. നമ്മൾ കുറെ ആൾക്കാരെ പുള്ളി ഇങ്ങനെ മേളിയിരുന്ന് പലതും പറയും, പൊക്കോ വിടുതല വിറ്ററി എന്നൊക്കെ പറയും. പുള്ളി മേളിലാണ്, നമ്മള് താറാരാധിക്കുന്നേ. നമ്മളെല്ലാ കാര്യവും ശ്രദ്ധിക്കണ്ടേ? അതല്ലേ നമ്മളും ഇപ്പൊ പറയണേ. പിന്നെ നമ്മൾ കൂടി യോഗം നടത്തുമ്പോൾ രാഷ്ട്രീയക്കാരെ നമ്മൾ വിളിക്കണം, അവർക്ക് നമ്മൾ സമയം കൊടുക്കണം. സ്തോത്രം. അവര് പ്രൈസ്തലോട് പറയുമ്പോൾ നമ്മളല്ല ഇളകണം. ഉപദേശി 50 പ്രാവശ്യം പ്രൈസ്തലോട് പറഞ്ഞ് ഒരുത്താൻ അനങ്ങുന്നില്ല. അവര് ഈ ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്നില്ല. അഥവാ ആന കാണാമുണ്ടെന്ന് തപ്പുക. അല്ല, രാഷ്ട്രീയക്കാർ ഇതിനകത്ത് കയറുന്നത് ദൈവത്തെ ആരാധിക്കാനോ കോണം വരുത്താനല്ല. അവര് കാണാമുണ്ടെന്ന് തപ്പുക. അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കൊള്ളാം, കോൺഗ്രസ് ആണെങ്കിലും കൊള്ളാം, BJP ആണെങ്കിലും കൊള്ളാം, ബജറംഗ് ദൾ ആണെങ്കിലും കൊള്ളാം, മായാവതിയുടെ ആണെങ്കിലും കൊള്ളാം. പറ, നിങ്ങളെന്തായാലും പറ, നിങ്ങൾക്ക് പേടിയായിരിക്കും. ജനപ്രതിനിധികളെ ബഹുമാനിക്കണം. പക്ഷെ ആത്മിക ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബഹുമാനിക്കണം, പ്രധാനമന്ത്രിയെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷേ ആത്മീക ശുശ്രൂഷ നടക്കുമ്പോൾ കയറ്റി കളിമാസ് കളിപ്പിക്കുന്നതിനോട് വേറെ പുസ്തകമൊന്നും യോജിക്കുന്നില്ല. പിന്നെ എല്ലാവരും വള്ളം മുങ്ങിയതുപോലെ നമുക്ക് വിട്ടാക്കാൻ വെറുതെ എന്തിനാ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. എന്നാലും നിങ്ങളെല്ലാരും കൂടി അടുത്ത് വന്ന് നാം ചില ആൾക്കാരെ മുൻപ് കൂട്ടി അയക്കുക. അടുത്ത വാക്യം, അവർ ദേശം ഒറ്റ നോക്കിയിട്ട് പോയി ഒത്തു നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരണം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം പോകാം. പുള്ളിമേളിയിൽ അങ്ങനെ പലതും പറയും. പൊക്കോ, പേടിക്കണ്ട, വിടുതല, ഞാൻ കൂടെയുണ്ട്, ദൂതനുണ്ടെന്നൊക്കെ പുള്ളിമേളി. നമ്മളാണ് അറിയാൻ നിൽക്കുന്നത്. നമ്മളങ്ങനെ എടുത്തി ആടിയൊന്നും. നമ്മൾ കുറെ ആൾക്കാരെ സെലക്ട് ചെയ്ത് നമുക്കിപ്പോ ഇഷ്ടംപോലെ ആളുണ്ടല്ലോ, പഴയതുപോലല്ലോ.
നമുക്കിപ്പം ബിൽഡിംഗ് ആയി, ഹാളായി, ഓഡിറ്റോറിയമായി, കൺവെൻഷൻ ഗ്രൗണ്ടായി, പിന്നെ കൗൺസിൽ മെമ്പേഴ്സ് ആയി, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബോസേഴ്സ്, പിന്നെ സയന്റിസ്റ്റുകൾ വരെ നമ്മുടെ ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ പഴയ ബന്ധുക്കോസുകാർ, പഴയ അപ്പന്മാര് വിദ്യാഭ്യാസവും വിവരമില്ലാഞ്ഞതുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്തു. നമുക്കിപ്പോൾ അതിന്റെ വിദ്യാഭ്യാസവും സാഹചര്യവും പിന്നെ ഭൗതികമായിട്ടും ഒക്കെ ദൈവം നമുക്ക് അതിൻ്റെതായ അപ്പോൾ നമ്മളങ്ങനെ എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്. നമ്മൾ കുറെ ആൾക്കാരെ നേരത്തെ ഒന്നും വിടണം. ഇനിയിപ്പോ വിടാൻ ആളുണ്ടല്ലോ, വണ്ടി ഉണ്ടല്ലോ, പിന്നെ സ്തോത്രം. അവര് മുന്നുകൂട്ടി പോയി ഒന്ന് കാണട്ടെ, പഠിക്കട്ടെ, റോഡുണ്ടോ, വഴിയുണ്ടോ, ആറുണ്ടോ, തോടുണ്ടോ, ക്ലൈമറ്റ് എങ്ങനെ ഉണ്ട്, ജോർജ് കുട്ടിക്ക് അല്ലെങ്കിൽ തോമാച്ചായന് പറ്റുന്ന ക്ലൈമറ്റ് ആണോ? ക്ലൈമറ്റ് മോശമാണെങ്കിൽ തോമാച്ചായൻ മിക്കവാറും കനാനി വരാൻ സാധ്യത. പിന്നെ ഫുഡ് നോക്കണം. അച്ചായന് എണ്ണ ചേർക്കാത്ത ചപ്പാത്തി 2 എണ്ണം ഫുഡ് നോക്കണം. ദൈവത്തിന് മാറത്ത് നമുക്ക് കുറെ ആൾക്കാരെ മുന്നുകൂട്ടി അയക്കാം. അവര് നിന്ന് ദേശം അവർ ആ ദേശം ഒറ്റ നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അടുത്തത് ആ വാക്ക് എനിക്ക് ബോധിച്ചെന്ന്. മൂപ്പന്മാരും കൗൺസിലും ഒക്കെ എടുത്ത വാക്കേ ദൈവം ആദ്യം പറഞ്ഞ പൊക്കോ, പേടിക്കണ്ട, ഭ്രമിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന്. പക്ഷെ അത് തട്ടിക്കളഞ്ഞേച്ച് ഇവര് പറയാ നമുക്ക് കുറെ ആൾക്കാരെ മുന്നേ വിടണം. അവര് പോയി നോക്കിയേച്ചൊക്കെ വരട്ടെ, റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വേണം മൂവ് ചെയ്യാൻ. മോശം പറയാ ആ വാക്ക് എനിക്കും ബോധിച്ചു. അപ്പൊ ദൈവം തമ്പുരാന് മനസ്സിലായി ഞാൻ പറഞ്ഞതൊന്നും യുവമാർക്കാർക്കും ബോധിച്ചിട്ടില്ല. ഇവര് ചുമ്മാ ഈ ഗ്ലോറി, പ്രൈസലോട്, കാൽവതി, രക്തം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഓളം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ കാര്യമൊന്നും യുവമാരാരും ഉൾക്കൊണ്ടിട്ടില്ല. അവര് കൗൺസിൽ തീരുമാനിച്ചു ഒത്തു നോക്കുക. അതുകൊണ്ടാ തമ്പുരാൻ ഇവിടെ പറഞ്ഞത് യഹോവ പിന്നെയും. ആദ്യം പറഞ്ഞ കാര്യം ഇവര് അംഗീകരിക്കുന്നില്ല. അപ്പൊ തമ്പുരാൻ പറഞ്ഞ എന്നാ പിന്നെ അവരുടെ ഇഷ്ടത്തിന് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അടിക്കുന്ന വഴി പോയില്ലെങ്കിൽ അടിക്കുക. അത് തന്നെ ഇവിടെ നടന്നത്. ദൈവഹിതമല്ലാഞ്ഞതുകൊണ്ട് എന്തെല്ലാം വൈതരണി ഉണ്ടായി. അത് പ്രസംഗിക്കണമെങ്കിൽ എനിക്ക് 1 മണിക്കൂറോടെ വേണം. എങ്കിലും നിങ്ങൾ ഇത്രയോ സഹകരിച്ചതിന് നന്ദി. ഒറ്റ വാക്ക് പറയാം, അവിടുത്തെ ഹിതമേ നടക്കാവൂ. പ്രാർത്ഥിക്കുമ്പം പിടിച്ചു വെച്ചൊന്നും പ്രാർത്ഥിക്കരുത്. കർത്താവേ അവിടുത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അവിടുത്തെ ഹിതമാണെങ്കിൽ അത്രയോട് നമുക്ക് പ്രമാണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം.